ഹായ് ഫ്രണ്ട്സ്, ട്രേസ് കേറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കുന്നത് റീവാലുവേഷൻ എങ്ങനെയാണ് നിങ്ങളുടെ പോർട്ടലിലൂടെ റിക്വസ്റ്റ് ചെയ്യുന്നതെന്നാണ്. ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ പോർട്ടൽ പോർട്ടൽ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഇപ്പോൾ ഇവിടെ മുകളിലായിട്ടൊരു റെഡ് ലൈൻ കാണുന്നുണ്ട്, അതായത് ഡാഷ്ബോർഡിന് മുകളിലായിട്ട്. അതിൽ മൂന്നാമത്തെ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും, മൈ എക്സാം. അത് ഞാൻ ആരോമാർ കാണിച്ചേക്കുന്ന അതാണ്. ഇപ്പോൾ അവിടെ എക്സാം എന്ന് എഴുതി കാണിച്ചിട്ടില്ല. അതിനുശേഷം ആ മൈ എക്സാമിനകത്ത് അക്കാഡമിക് ഇയർ കണ്ടു. അക്കാഡമിക് ഇയർ 23-24 വേണം കൊടുക്കാൻ. അപ്പോൾ 23-24 കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ എഴുതിയിട്ടുള്ള എക്സാമിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു പാസ് ഔട്ട് ആയിട്ടുള്ള ഒരാളുടെ ആയതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ S1-ൻ്റെ വന്നിട്ടില്ല. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരെണ്ണം ഓപ്പൺ ആയിട്ടുള്ളത് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ S7-ൻ്റെ ഓപ്പൺ ആയിട്ടുണ്ട്. അതിനകത്ത് കണ്ടോ, ഇവിടെ കണ്ടോ രജിസ്റ്റർ ഫോർ റീവാലുവേഷൻ എന്ന് പറഞ്ഞൊരു ടാബ് വരും. നിങ്ങളുടെ S1-ൻ്റെ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ ഒരു പേജ് വരും. ഇതിനകത്ത് നമ്മുടെ സബ്ജക്റ്റ് എല്ലാം വരും. റെഗുലർ ആണെങ്കിൽ ഫുൾ സബ്ജക്റ്റ് വരും. അതിനകത്ത് ആക്ഷൻ്റെ അവിടെ നിങ്ങൾ ടിക്ക് കൊടുക്കുക. ടിക്ക് കൊടുത്തിട്ട് സേവ് കൊടുക്കുക. സേവ് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് കോപ്പിയാണ്, ആൻസർ ഷീറ്റിൻ്റെ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ കണ്ടോ, റിക്വസ്റ്റ് ആൻസർ സ്ക്രിപ്റ്റ് കോപ്പി. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഏത് സബ്ജക്റ്റാണ് വേണ്ടതെന്ന് ടിക്ക് കൊടുക്കാൻ വരും. അവിടെ സേവ് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ റീവാലുവേഷന് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആൻസർ ഷീറ്റിൻ്റെ കോപ്പി എടുക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏറ്റവും പുതിയ KT ലൈവ് അപ്ഡേറ്റ്സിനായി നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്